അസ്സലാമു അലൈക്കും. ഇതാണ് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുന മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആയിഷ പള്ളിയിൽ നിന്ന് മിഹ്റാം ചെയ്യുന്ന ആ സ്പോട്ടിൽ നിന്ന് കുറച്ചുകൂടി മദീന റൂട്ടിലേക്ക് പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രദേശമാണ് വാദി ശരീഫ് എന്ന സ്ഥലം. ആ വാദി ശരീഫിലാണ് മഹദിയായ വാദി ശരീഫ് എന്ന ആ സ്ഥലമാണ് ഈ കാണുന്ന ഈ വീട് നിൽക്കുന്നത്. മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവസാനമായി വിവാഹം ചെയ്ത മഹദിയായ മൈമൂന ബീവി അവരുടെ വീടും ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ദാമ്പത്യ ബന്ധം പങ്കിട്ട വീടും ഇതാണ്. ആ ഒരു വാദി ശരീഫിലുള്ള മഹദി അവരുടെ വീടും അതുപോലെ തന്നെ മഖ്ബറയും എല്ലാം ഇത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയെ വിവാഹം ചെയ്ത് 40 വർഷം പിന്നിട്ട് ഹിജ്റ 51 ആയ ആ സമയത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെല്ലാവരും ഒരുമിച്ച് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് മഹദി തന്നെ പ്രവാചകർ വിവാഹം ചെയ്ത അതേ സ്ഥലത്ത് വെച്ച് തന്നെ വഫാത്താകുകയും അവിടെ ആ വീട്ടിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വീട് പങ്കിട്ട മഹദിയുടെ ആ വീട്ടിനുള്ളിൽ തന്നെ മൈമൂന ബീവി റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കുകയും ചെയ്തു. ആ മഹദി അവരുടെ മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നമ്മുടെ ഉമ്മയായ മൈമൂന ബീവിയുടെ ഖബറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഉംറക്ക് വന്ന എല്ലാവരും ആ മഹദിയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഏറ്റവും തഖ്വയുള്ള ഭാര്യ മഹദി മരണപ്പെട്ടുമ്പോൾ ഏറ്റവും തഖ്വയുള്ള ഭാര്യയും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു എന്ന് പറയുന്നതായെല്ലാം ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി തൻ്റെ ജീവിതം പങ്കിട്ട മഹദിയുടെ സഹോദരിയായ സൈനബ ബീവിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ചരിത്രം പിന്നീട് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.